ഇന്ന് നമുക്ക് ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതാണ്ട് ഇതുപോലെ സാധാരണ നമ്മൾ കുത്തിയെടുക്കുന്ന പോലെ സൂചി ഇങ്ങനെ അടിയിൽ നിന്ന് കുത്തിയെടുത്തു. ഇതാണ്ട് ഇതുപോലെ കുത്തിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ത്രെഡില്ലേ, ഇതാണ്ട് ഇടത് കൈ പിടിച്ചിട്ട് ആ സൂചി കൊണ്ട് ഒരു ചുറ്റങ്ങ് ചുറ്റിയെടുക്കണം. ഇതാണ്ട് ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആ കുത്തിയെടുത്തില്ലേ അതിനോട് ചേർത്ത് തന്നെ, തൊട്ട് ചേർത്ത് തന്നെ നമ്മൾ ആ സൂചി കുത്തി ഇറക്കിയെടുക്കണം. താഴോട്ട് ഇറക്കിയെടുത്തു. എപ്പോഴും നമ്മൾ ആ ത്രെഡ്, ആ ഇടത് കൈ പിടിച്ചിരിക്കുന്ന ത്രെഡ് ഒന്ന് പ്രസ് ചെയ്ത്, അതായത് വലിച്ച് തന്നെ പിടിക്കണം കേട്ടോ. നമ്മളത് താഴോട്ട് കുത്തി ഇറക്കി നീഡിൽ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ലൂസാക്കി കൊടുത്താൽ മതി. എങ്കിലേ നമുക്ക് ആ നോട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇത് നമുക്ക് ഒരു തവണ ചുറ്റിയെടുത്തിട്ട് ആ നോട്ടാണ് ഇത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ താഴേന്ന് സൂചി കുത്തിയെടുക്കണം നമുക്ക്. ഇത് കണ്ടോ, ഇതുപോലെ കുത്തിയെടുത്തു. ഇനി എന്നിട്ട് നമ്മൾ ആദ്യത്തേത് ഒരു തവണയല്ലേ ആ നീഡിൽ ചുറ്റിയെടുത്തത് ത്രെഡ്, ഇത് നമുക്ക് 2 പ്രാവശ്യം ചുറ്റണം. 1 2 2 പ്രാവശ്യം നമ്മൾ ചുറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഏതുപോലെ കുത്തിയെടുത്തതിന് തൊട്ട് ചേർന്ന് കുത്തി ഇറക്കണം. എപ്പോഴും ആ ത്രെഡ് നമ്മൾ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ഞാൻ പറഞ്ഞില്ലേ, ആ നോട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് ഇതുണ്ട്. ആദ്യത്തെ നമ്മൾ ഒരു തവണ ചുറ്റിയത്, ഇത് 2 പ്രാവശ്യം ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം, ഇനി അടുത്ത് നമ്മൾ 3 പ്രാവശ്യം ചുറ്റും കേട്ടോ. 1 2 3 ഇതാണ്ട് 3 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനോട് ചേർത്ത്, തൊട്ട് ചേർത്ത് കുത്തി ഇറക്കിയെടുക്കണം. ഇത് കണ്ടോ, അതായത് ഓരോ തവണ, ഇപ്പോൾ ഒരു തവണ ചുറ്റുന്നതും 2 തവണ ചുറ്റുന്നതും 3 തവണ ചുറ്റുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് കേട്ടോ, ഈ ചെയ്തെടുത്തതിനകത്ത്. അതായത് ഒരു 4-5 ചുറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നറിയാം, നമ്മൾ നമ്മൾ ത്രെഡ് കോർത്തെടുക്കുമ്പോൾ ഈ ഐ ഇല്ലേ, അത് ചിലപ്പം താഴോട്ട് നമ്മൾ ഈ വലിച്ചെടുക്കുമ്പോൾ നീഡിൽ താഴോട്ട് ഇറങ്ങിപ്പോയി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു 3 ചുറ്റ് അല്ലെങ്കിൽ ഒരു 4 ചുറ്റ് വരെ മാക്സിമം മതി. ഒത്തിരി ആയി കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റിച്ച്.